അപ്പുറം നിൽപ്പുണ്ട് കേട്ടോ, അപ്പുറം നിൽപ്പുണ്ട്. നോക്കിയേ, കടുവ കടുവ കടുവ. വെയിറ്റ് വെയിറ്റ്, അല്ലല്ല, അത് കാട്ടുപോത്ത് കാട്ടുപോത്ത് എല്ലാം ഉണ്ട്. കണ്ടോ, ഓ ഇഷ്ടം പോലെ ഉണ്ടോ, കണ്ടോ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇത് എൻ്റെ പുറകിൽ കാണുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, എടപ്പാളയം വാച്ച് ടവർ. ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളിലായിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളത് നമ്മുടെ ഡോട്ട് ഗ്രീൻ ബിബിൻ ഒക്കെ വൈറലാക്കിയ എടപ്പാളയം വാച്ച് ടവറിൻ്റെ മുന്നിലാണുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഈ എക്സ്പീരിയൻസ്, എടപ്പാളയം വാച്ച് ടവറിൽ നമുക്ക് ഇന്നലെ രാത്രി കിട്ടിയ ഹെവി എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നില്ല പലർക്കും കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത്. ഇത് ഇവിടെ എല്ലാ ആനക്കൂട്ടങ്ങളായിരുന്നു, നിറയെ ആനകളും കാട്ടുപോത്തുകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഹെവി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത്. നമ്മളങ്ങനെ ബോട്ട് ലാൻഡിങ് പോയിന്റിൽ നിന്നും തേക്കടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് ദൂരം സഞ്ചരിക്കണം. ഏകദേശം അതിൻ്റെ പകുതി ദൂരം എത്തുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങും. അവിടെ അതായത് KTDCയുടെ ലേക്ക് പാലസ് എന്നുള്ള ആ റിസോർട്ട് ഇരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി നമ്മൾ അതിലൂടെ നടന്നിട്ട് വേണം നമ്മുടെ സ്റ്റേയിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. ഇത്തിരി പ്രീമിയം സെഗ്മെൻറ്റിൽ എന്നാൽ ഫോറസ്റ്റ് ആംബിയൻസിലൊക്കെ താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റുന്നൊരു സ്റ്റേ ആണ് ഈ KTDCയുടെ ഈ ലേക്ക് പാലസ്. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ആക്ടർ വിക്രമൊക്കെ ഇവിടെ ഒന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കെന്താണല്ലോ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നടന്നിട്ട് വേണം നമ്മുടെ സ്റ്റേയിലെത്താൻ വേണ്ടിയിട്ട്. നമ്മളതാ മുന്നോട്ടേക്ക് നടക്കുവാണ്, കാട്ടിക്കൂടെ തന്നെ വേണം നടക്കാനായിട്ട്. നമ്മളങ്ങനെ നടന്ന് ചെന്ന് കയറുന്നത് ഫോറസ്റ്റിൻ്റെ നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു വാച്ച് ടവറിലേക്കാണ്. ഇവിടെയാണ് ഇന്ന് രാത്രി നമ്മൾ താമസിക്കാൻ പോകുന്നത്. ചുറ്റിനും ട്രഞ്ചൊക്കെ ഉണ്ട്, ആനയും മറ്റു മൃഗങ്ങളൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണത്. നമ്മളങ്ങനെ വാച്ച് ടവറിൻ്റെ സ്റ്റെപ്പൊക്കെ കയറി മേളിൽ വന്നു കഴിയുമ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ 2 പേർക്ക് കിടക്കാൻ സൗകര്യത്തിലുള്ള ഒരു ചെറിയൊരു റൂമാണ്. അപ്പോൾ തടി കൊണ്ടാണ് ഇത് ഫുള്ള് ചെയ്തേക്കുന്നത്, നന്നായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ റൂമിൻ്റെ വെളിയിലുള്ള ഈ കുഞ്ഞ് ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ആ പുറത്തുള്ള ഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ സന്ധ്യയൊക്കെ ആയി കഴിയുമ്പോൾ ഇഷ്ടം പോലെ മൃഗങ്ങൾ, കാട്ടുപോത്തും ആനയും മ്ലാവും ഒക്കെ വരുന്നതാണ് സാധാരണയായിട്ട്. അവിടെയെല്ലാം ആനപ്പിണ്ടം എല്ലാം കിടപ്പുണ്ട് ഇഷ്ടം പോലെയായിട്ട്. നമ്മുടെ ഭാഗ്യം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നമ്മളങ്ങനെ വൈകിട്ടത്തെ ചായ കുടിയും കഴിഞ്ഞിട്ട് ഒരു ഷോർട്ട് ട്രക്കിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടാണ് ഉള്ളത്. ഇത്തിരി ദൂരത്തിലായിട്ടാണ്. ആളൊരു മുറിക്കൊമ്പനാണ്, ഒരു കൊമ്പ് ഒടിഞ്ഞു പോയിട്ടാണ്. അപ്പോൾ നമ്മുടെ മണം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു, ആൾ മണം പിടിക്കേണ്ടത് എന്താണ് നന്നായിട്ട്. ഇത്തിരി കുറ്റിക്കാടിൻ്റെ ഇടയിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് വിഷ്വൽസ് കിട്ടുന്നില്ല, പക്ഷേ അവൻ്റെ ഫേസ് നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഏകദേശം. ആളുടെ ആ കൊമ്പ് തീരെ ചെറുപ്പത്തിലെ തന്നെ പോയതാണ്, അങ്ങനെയാണ് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ തീരെ ചെറുപ്പത്തിലെ കുത്തുകൂടിയപ്പോൾ പോയതാണ് പോലും. ആളിത്തിരി പെശകാണ്. എന്താണല്ലോ നമ്മുടെ മണമൊക്കെ പിടിച്ചെങ്കിലും നമ്മളവിടെ നിൽക്കുന്നത് അവനെ മനസ്സിലായിട്ടുണ്ടാവണം. പക്ഷേ ആൾ വലിയ മൈൻഡൊന്നും ആക്കുന്നില്ല, ആൾ തീറ്റ തിന്നുവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നിന്ന് അവൻ്റെ വിഷ്വൽസൊക്കെ എടുത്ത് ഫേസ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നുമുണ്ട്. നോക്കി, മറ്റേ കൊമ്പ് ഇപ്പം നല്ല വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാവേ. അങ്ങനെ നമ്മൾ നല്ല വൃത്തിക്ക് മുറിക്കൊമ്പനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് വേറെ 2-3 ആനകൾ കുറച്ച് അപ്പുറയായിട്ടുള്ളതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഉണ്ട്, ശരിയാണ്, ആനയുണ്ട് കേട്ടോ അപ്പുറേ. അപ്പോൾ മുറിക്കൊമ്പനെ കൂടാതെ 3 ആനകൾ കൂടെ അപ്പുറം നിൽപ്പുണ്ടേ. 3 ആനകൾ മാത്രമല്ല, ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. 1 മാസത്തിൽ താഴെ മാത്രം പ്രായമുള്ളൊരു കുഞ്ഞു കുട്ടി. പക്ഷേ നമ്മളിൽ നിന്ന് മറച്ചിട്ട്, നമ്മളവിടെ നിൽക്കുന്ന ഏകദേശം ഇവരും ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മളിൽ നിന്ന് മറച്ചിട്ടാണ് ഈ കുഞ്ഞു കുട്ടീനെ അവർ മാക്സിമം കവർ ചെയ്താണ് നടക്കുന്നത് തീറ്റയിൽ നിന്നൊക്കെ.
നമ്മൾ മാക്സിമം അപ്പ് വിൻഡായിട്ടാണ് നിൽക്കുന്നത്. നമ്മളെപ്പോഴും ആനകളെപ്പോലുള്ള മൃഗങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് കാണിച്ചു തരും, അല്ലെ പറഞ്ഞു തരും. നമ്മൾ കാറ്റിന് എതിർവശത്ത് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ആനയ്ക്ക് കാഴ്ചശക്തിയേക്കാൾ കൂടുതലായിട്ട് മണം പിടിക്കാനുള്ള കഴിവാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ കേൾവിശക്തിയും പിന്നെ നിലത്തുനിന്നുള്ള സ്പന്ദനമൊക്കെയാണ് അവർ കൂടുതലായിട്ട് മനസ്സിലാക്കുക. കാഴ്ചശക്തി തീരെ കുറവാണ്. നമ്മൾ പ്രത്യേകിച്ച് ഫോറസ്റ്റിന് അനുകൂലമായിട്ടുള്ള കളറുള്ള ഡ്രസ്സ്, പച്ച കളറുള്ള ഡ്രസ്സ്, മിലിറ്ററി കളറൊക്കെ ആയിരുന്നെങ്കിൽ അവർ നമ്മളങ്ങനെ പെട്ടെന്നൊന്നും ശ്രദ്ധിക്കില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാറ്റിന് എതിർവശത്തായിട്ടാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ മണം അതുപോലെ ആനയ്ക്ക് കിട്ടുന്നില്ല. എന്താണ് തീരെ പൊടിക്കുഞ്ഞുള്ള സ്ഥിതിക്ക് ഈ ആനക്കൂട്ടം വളരെ ദൂരത്തേക്ക് പോകാൻ സാധ്യത കുറവാണ്. നമ്മളെന്തായാലും ആവശ്യത്തിലധികം നേരം നിന്ന് നമ്മൾ ആനയെ കണ്ടു, നമ്മൾ ആസ്വദിച്ചു, എൻജോയ് ചെയ്തു, ഷൂട്ട് ചെയ്തു. അത് നമ്മൾ തിരിച്ചു പോവുകയാണ്. സന്ധ്യയായി തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ അധികം സന്ധ്യയ്ക്ക് നമ്മൾ ഈ കാടിനുള്ളിൽ നിൽക്കുന്നത് ശരിയല്ലല്ലോ. നമ്മളങ്ങനെ തിരിച്ച് ക്യാമ്പിലേക്ക് ചെല്ലുമ്പോൾ ഇതേ ഗ്രൗണ്ടിൽ ഓൾറെഡി ആന ഇറങ്ങിയിട്ടുണ്ട്. അപ്പുറ സൈഡിൽ നിന്ന്, ഈ കൂട്ടമല്ല, നമ്മളിപ്പോൾ കണ്ട ആനകളല്ല, അപ്പുറത്തെ സൈഡിൽ നിന്ന്, കാടിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഓൾറെഡി ആന ഇറങ്ങി നിൽപ്പുണ്ട് കണ്ടത്തിലാണെങ്കിൽ നല്ല പുല്ലുള്ളത് കൊണ്ട് തന്നെ അവർ തീറ്റ തിന്നാൻ വേണ്ടി ഇതേ സന്ധ്യ ആയപ്പോഴത്തേക്കും വെയിലൊക്കെ മങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിയതാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും 3 പിടിയാനകളും ഒരു കുട്ടിയാനയും കൂടെ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നേ. ഇതിപ്പോൾ ടോട്ടൽ നമുക്കിപ്പോൾ 4 ആനയും ഒരു കുട്ടിയാനയും ഉണ്ട് ഇപ്പോൾ ഈ കണ്ടത്തിൽ. സന്ധ്യ മയങ്ങിയത് കൊണ്ട് തന്നെ ലൈറ്റ് തീരെ പോയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് സൂം ചെയ്തെടുക്കുന്ന വിഷ്വൽസിൻ്റെയൊക്കെ ക്വാളിറ്റി ഇത്തിരി കുറവുണ്ട്. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. എന്താണല്ലോ അവർ നമ്മുടെ വാച്ച് ടവറിൻ്റെ നേരെ തന്നെയാണ് നടന്നു വരുന്നത്. നല്ല ഫ്രണ്ട് ഫേസിങ് ആയിട്ടാണ് വ്യൂ ഒക്കെ. കിട്ടിലനായിട്ടുണ്ട് കേട്ടോ. വളരെ ഗംഭീര കാഴ്ചകളായിരുന്നു നമുക്ക് കിട്ടിയതിവിടെ. വെയിറ്റ് നോക്കിയേ, കുട്ടിയാന തള്ളയാനയുടെ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടാണ് ഉള്ളത്. നോക്കിയാൽ നമുക്ക് ഇത്തിരി ദൂരത്തിലായിട്ടാണെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. ഏത് വേനൽക്കാലത്തും ഈ എടപ്പാളയം വാച്ച് ടവറിൻ്റെ മുന്നിലുള്ള ഈ കണ്ടത്തിൽ ഇഷ്ടം പോലെ പുല്ല് കാണും. അതുകൊണ്ട് തന്നെ വെയിലൊന്ന് ഇത്തിരി മങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആനക്കൂട്ടങ്ങളും കാട്ടുപോത്തുകളൊക്കെ ഇറങ്ങും. അതും നമുക്ക് നമ്മൾ ഇരിക്കുന്ന സ്റ്റേയിൽ തന്നെ നമുക്കിവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാണാനുള്ളൊരു ഭാഗ്യമാണ്. അതെനിക്ക് തോന്നുന്നു ഈ എടപ്പാളയം വാച്ച് ടവറിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെന്താണെങ്കിലും ആനകളുടെ കാഴ്ച കണ്ടുകൊണ്ടിരുന്നപ്പം ഇതേ കൂടുതൽ ആനകൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. ഇത് 2 പിടിയാനകളും ഒരു കുട്ടിയാനയും കൂടെ ഇറങ്ങി വരിക. ഇപ്പോൾ ടോട്ടൽ നമുക്ക് ഇത് 1 2 3 4 5 6 പിടിയാനകളും 2 കുട്ടിയാനകളുമായി ഇപ്പം നമ്മുടെ മുന്നിൽ. എന്താണല്ലോ അവരും നേരെ കണ്ടത്തിലേക്ക് തന്നെയാണ് ഇറങ്ങി വരുന്നത്. നമുക്ക് ഫ്രണ്ട് ഫേസിങ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാ ആനകളും ഉള്ളത്. ഭയങ്കര ഹാപ്പിയിലാണ് നമ്മളുള്ളത്. നമ്മൾ എന്തിനാണോ എടപ്പാളയം വാച്ച് ടവറിൽ വന്നത് അത് നമ്മുടെ മുന്നിലുണ്ട് കേട്ടോ. ഇപ്പോൾ ബെഡ്റൂമിലിരുന്നിട്ട് നമ്മൾ ആനക്കൂട്ടത്തെ ഷൂട്ട് ചെയ്യുന്നു. 1 2 ആനയൊന്നുമല്ല, ഒരു വലിയ ആനക്കൂട്ടം, കുട്ടികളടക്കമുള്ള ആനക്കൂട്ടത്തെ ഷൂട്ട് ചെയ്യുന്നത് കാണിച്ചു തരാവേ. കണ്ടോ എത്ര എണ്ണമാണെന്ന് നോക്കി. 1 2 ഒന്നുമല്ല, ഇഷ്ടം പോലെ കുട്ടികളടക്കം, ഇഷ്ടം പോലെ ആനക്കൂട്ടം. എന്താണല്ലോ ഇരുട്ട് നല്ല പോലെയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറയിൽ ആനകളെ ഇനി ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഇത്തിരി പാടാണ്. അല്ലെങ്കിൽ പിന്നെ ഇനി ആനകൾ നമ്മുടെ അടുത്തേക്ക് വരണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനി ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം ഇനി ആനകളുടെ അടുത്ത മൂവ്മെൻറ്റ് എന്താണെന്നുള്ളത്. എന്തായാലും നമ്മൾ ആഗ്രഹിച്ച പോലെയൊക്കെ തന്നെ പരമാവധി ആനകൾ നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് നടന്ന് നീങ്ങുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, ആനകൾ കാഴ്ചശക്തിയേക്കാൾ കൂടുതലായിട്ട് കേൾവിശക്തിനെയും മണം പിടിക്കുന്നതിനെയും സ്പന്ദനത്തിനെയൊക്കെയാണ് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഈ ക്യാമ്പിൽ നമ്മളുള്ളതായിട്ട് ആനകൾ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എന്താണെങ്കിലും നമുക്ക് നേരെ തന്നെയാണ് ഫുൾ ആനക്കൂട്ടം നടന്ന് നീങ്ങുന്നത്. നല്ല ഇരുട്ടായെങ്കിലും നമ്മൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആനക്കൂട്ടത്തിൻ്റെ ലീഡർ എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിലുള്ള മുത്തശ്ശിയായിരിക്കും. പക്ഷേ നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത് കൊമ്പനാനയാണ് ആനക്കൂട്ടത്തിൻ്റെ നേതാവെന്നൊക്കെയാണ്. അത് തെറ്റിദ്ധാരണയാണ്. മേറ്റിംഗ് പീരീഡിൽ മാത്രമാണ് കൊമ്പനാന കൂട്ടത്തോട് ചേരുക. ഇതിപ്പോൾ ഈ കൂട്ടത്തിൻ്റെ കൂടെ ഒരു കൊമ്പൻ പോലും ഇല്ല. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള മുത്തശ്ശിയാനിയായിരിക്കും ആ കൂട്ടത്തിൻ്റെ നേതാവെന്ന് പറയുക. അപ്പോൾ ഈ കൂട്ടത്തിലെ മിക്കവാറും ആ നടുക്ക് നിൽക്കുന്ന തല പൊക്കമുള്ള ആ ആനയായിരിക്കണം മുത്തശ്ശിയാന. അപ്പോൾ മുത്തശ്ശിയാനയ്ക്കാണ് ആ കൂട്ടത്തിൻ്റെ ഫുൾ സേഫ്റ്റി ഇൻചാർജ്. ഇപ്പോൾ കുട്ടിയാനകളുടെയൊക്കെ സുരക്ഷ കൂടുതലായിട്ടും പുള്ളിക്കാരിയായിരിക്കും നോക്കുക. എന്താണല്ലോ ഇപ്പോൾ കണ്ടം നിറയെ ആനയായി. ആനകൾക്കാണേലും കുശാലാണ്. ഇതേ പുല്ലൊക്കെ നോക്കി വെട്ടി വിഴുങ്ങുവാണ്. നല്ല രീതിയിൽ ആസ്വദിച്ച് അവർ തീറ്റ തിന്നുന്നു. അവരുടെ കാഴ്ചകൾ നമ്മൾ നല്ല രീതിയിൽ ആസ്വദിച്ചിരുന്ന് കാണുന്നു. നമുക്ക് തൊട്ടടുത്തായിട്ടാണ്, പക്ഷെ നമുക്ക് 8 5 ഉള്ളതുകൊണ്ട് നമ്മൾ സേഫാണ്.
എന്തായാലും നമ്മൾ നല്ല സൈലൻ്റായിട്ട് ഇരുന്നുകൊണ്ടായിരിക്കാം ആനകൾ വളരെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. എന്തായാലും ആന മണം പിടിക്കുന്നുണ്ട്. ആ മണം പിടിച്ച് ഒരു ആന നമ്മുടെ മുന്നിൽ ട്രെഞ്ചിൻ്റെ തൊട്ടടുത്തോടെ തന്നെയാണ് നടന്നങ്ങോട്ട് നടന്ന് മാറുവാണ്. പുള്ളിക്കാരി എങ്ങോട്ടോ ലക്ഷ്യം വെച്ച് തന്നെയാണ് വെച്ചടിച്ച് പോകുന്നത്. നല്ല രീതിയിൽ മണം പിടിക്കുന്നുണ്ട്. മണം പിടിച്ച് നല്ല സ്പീഡിൽ തന്നെ നമ്മുടെ ട്രെഞ്ചിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് നടന്ന് മാറുവാണ്. ബാക്കി ആനകളൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ആ കണ്ടത്തിൽ നിന്ന് തീറ്റ തിന്നുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരി മാത്രം നടന്ന് നമ്മുടെ ട്രെഞ്ചിൻ്റെ സൈഡിൽ കൂടെ നടന്ന് ബാക്ക് സൈഡിലെത്തി. അപ്പോൾ അവിടെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു വലിച്ചെടുക്കുന്ന എന്തോ ഒരു ഒച്ച മാത്രം കേൾക്കാം. അങ്ങനെ നമ്മൾ പതിയെ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഉണ്ടോ, പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട എന്തോ ഒരു സംഭവം അവിടെയുണ്ട്. അതിൻ്റെ മണം പിടിച്ച് തന്നെയാണ് പുള്ളിക്കാരി നേരെ പുറകിൽ നമ്മുടെ ക്യാമ്പ് ഷെഡിൻ്റെ നേരെ പുറകിലേക്ക് എത്തിയേക്കുന്നത്. അവിടുന്ന് ആസ്വദിച്ച് പുള്ളിക്കാരി നിലത്തുനിന്നാണ് എന്തോ കാര്യമായിട്ട് പുള്ളിക്കാരി തുമ്പിക്കൈയിൽ പെറുകിയെടുത്ത് നല്ലപോലെ തിന്നുന്നുണ്ട്, ആസ്വദിച്ച് തിന്നുവാണ്. അപ്പോൾ ഇപ്പുറ സൈഡിൽ കണ്ടത്തിൽ ബാക്കി ആനക്കൂട്ടവും നമ്മുടെ ക്യാമ്പിൻ്റെ അടുത്തേക്ക് തന്നെ നടന്ന് നീങ്ങുവാണേ. അപ്പോൾ എല്ലാ ആനകളും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ഈ വാച്ച് ടവറിന് ചുറ്റിനുമായിട്ടാണ് ഉള്ളത്. വളരെ അടുത്ത്, ട്രെഞ്ചിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ്. നമ്മുടെ ട്രെഞ്ച് ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ സേവ്. കൂട്ടം ഒരുപാടൊന്നും നമ്മുടെ ട്രെഞ്ചിൻ്റെ തൊട്ടിപ്പുറം. ബാക്ക് സൈഡിലാണെങ്കിൽ ആ ആന നല്ല രീതിയിൽ ആസ്വദിച്ച് തിന്നുവാണ്. അപ്പോൾ കാര്യമായിട്ട് മണ്ണിൽ നിന്നാണ് പെറുക്കി തിന്നുന്നത്. ഒരു പക്ഷേ നമ്മൾ ഇവിടുന്ന് പാചകം ചെയ്ത് ഒഴിക്കുന്ന വെള്ളമൊക്കെ ഒഴിക്കുന്ന ഏരിയ ആണത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഉപ്പ് രസമോ മധുരത്തിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആനകൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മണം പിടിച്ച് വന്നതായിരിക്കും ഒരു പക്ഷേ ആന. അപ്പോൾ നമ്മുടെ സാന്നിധ്യമൊക്കെ ആനയ്ക്ക് കാര്യമായിട്ട് മനസ്സിലായി. നമ്മൾ തൊട്ടടുത്ത് പോയി നിന്നിട്ട് പോലും പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നവുമില്ല. പുള്ളിക്കാരി മൈൻഡാക്കുന്നുമില്ല. ലൈറ്റൊക്കെ അടിച്ചിട്ടും പുള്ളിക്കാരി ഒന്നും മൈൻഡാക്കുന്ന പോലുമില്ല. അപ്പോൾ നമ്മളുമായിട്ട് വലിയ പ്രശ്നമില്ല ആക്ക്. അപ്പോൾ ആക്കെന്ന് മാത്രമല്ല, മുഴുവൻ ആനക്കൂട്ടവും നമ്മളെ തിരിച്ചറിഞ്ഞിട്ടും കുട്ടികളുണ്ടായിട്ടുകൂടെ അവർ ഈ ഏരിയയിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അപ്പോൾ ഒത്തിരി ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമ്മളും പ്രശ്നക്കാരല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം. നമ്മളും ആനയും തമ്മിൽ ഈ ഒരു ട്രെഞ്ചിൻ്റെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കൂടെ ആണെങ്കിൽ ഒരു തടിപ്പാലം ഉണ്ട് താനും. അപ്പോൾ സംശയമുള്ളവരോടായിട്ട്, അതായത് ഈ ട്രെഞ്ച് ആന ചാടിക്കടന്ന് അല്ലെങ്കിൽ ഈ പാലത്തെ കൂടെ നടന്നു കയറി വരില്ലേ, മൃഗങ്ങൾ വരില്ലേ എന്നൊക്കെ സംശയമുള്ളവരോടായിട്ട് ഒരു കാര്യം പ്രത്യേകം പറയാം. ആനയെന്നല്ല, ഒരു ജീവജാലങ്ങളും ഒരു വലിയ കുഴി കണ്ടു കഴിഞ്ഞാൽ ഒരു 10 തവണ ചിന്തിക്കും അതിലൂടെ കടക്കണോ വേണ്ടയോ എന്നുള്ളത്. പ്രത്യേകിച്ച് ഇതേപോലെ മനുഷ്യ സാന്നിധ്യമുള്ള സ്ഥലമാണെങ്കിൽ ഇവർ ഒരിക്കലും അതിന് മുതിരില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഫോറസ്റ്റിൽ ഉള്ള ആൾപ്പാർപ്പുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇതേപോലത്തെ സ്റ്റേകൾക്കൊക്കെ ചുറ്റും ട്രെഞ്ച് തീർക്കുന്നത്. ട്രെഞ്ച് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ മൃഗങ്ങൾ വരില്ല എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. പന്നിയെ പ്രയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പുറം ഒരു പന്നി ഇരിക്കുന്നുണ്ടോ, അവരെന്തായാലും കിട്ടുമോ നോക്കി വന്ന്. പന്നി ഓടി ഞെട്ടിയത് കണ്ടോ, ഓറ്റ പൊന്നടാ. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു തുമ്പിക്കൈ ദൂരമുള്ളതെന്നൊക്കെ വേണേൽ പറയാവേ, അത്ര അടുത്ത ആനയും നമ്മളും തമ്മിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിലുള്ള ആൾക്കൂടുള്ള റിസ്ക് എന്ന് പറയാനുള്ളത്, പുള്ളിക്കാരിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വല്ല കല്ലും പെറുക്കി ഒരൊറ്റ ഏറെറിഞ്ഞാൽ നമ്മുടെ മുഖത്തിരിക്കും. അപ്പോൾ അതാണ് റിസ്ക്. അല്ലാണ്ട് പുള്ളിക്കാരി ഈ ഒരു ട്രെഞ്ച് ചാടിയൊന്നും കയറി വരാൻ പോകുന്നില്ല. പക്ഷേ എന്തെങ്കിലും പെറുക്കി എറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മൾ നോക്കിയും കണ്ട് നിൽക്കാവുള്ളൂ കേട്ടോ, ഇതുപോലെയൊക്കെ അടുത്ത് പോയി നിൽക്കുമ്പോൾ. ഇപ്പോൾ എന്താണല്ലോ ജീവിതത്തിൽ ഇത്രയും അടുത്ത് ആനേനെ ഇത്രയും സേഫായിട്ട്
ഒരു ഇരുട്ടത്ത് നമ്മൾ നിലത്തിറങ്ങിയെന്ന് കാണുന്ന ആദ്യമായിട്ട്. വണ്ടിയിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പോകുമ്പോൾ കിട്ടാറുണ്ടെങ്കിലും ഇതുപോലെ നമ്മൾ നിലത്ത് നിന്ന് ആനേനെ നമ്മളൊരു സേഫ് ഫീലിങ്ങിൽ കാണാൻ പറ്റുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എന്താണല്ലോ ആന തീറ്റയൊക്കെ മതിയാക്കിയിട്ടാണോ എന്തോ പതിയെ പുറകോട്ട് മാറിയിട്ട് കാടിനുള്ളിലേക്ക് കയറുവാണേ പതിയെ. കാടിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പുള്ളിക്കാരിക്ക് ഭാവമില്ല. നമ്മുടെ ട്രെഞ്ചിന് അപ്പുറത്ത് തന്നെ നിന്ന് കുറേ പുല്ലൊക്കെ വലിച്ചു പറിച്ച് തിന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. എന്താണെങ്കിലും പുള്ളിക്കാരി അങ്ങോട്ട് മാറിയ സ്ഥിതിക്ക് നമുക്ക് ബാക്കി ആനക്കൂട്ടങ്ങൾ അവിടെ ഉണ്ടോ എന്ന് തന്നെ നോക്കാം. ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ അവർ ആ ഏരിയ തന്നെ ഇപ്പോഴും നിൽപ്പുണ്ട് കേട്ടോ. ആ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ട്രെഞ്ചിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നിന്നിട്ടാണ് അവരും തീറ്റ തിന്നുന്നത്. ആന കല്ലൊക്കെ പെറുക്കി അറിയും കുഞ്ഞിനെ കണ്ടടക്കി അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടാശാൻ. എടാ ശ്രീനി, കൊച്ചിനാ പഴം കൊടുത്ത് ഇത്ര നേരം ചിക്കൻ കഴിച്ച് മടുത്ത് നിൽക്കുക. കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് വരുന്ന പുറകിലത്തെ ആന മാറിയപ്പോൾ അവിടെ വന്ന ആളെ കണ്ടോ? ഇത് കണ്ടോണേ. നല്ല പൂർണ്ണ ചന്ദ്രനുള്ള രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാത്രി കാഴ്ചകൾ അതിമനോഹരം എന്ന് തന്നെ പറയാവേ. ട്രെൻഡുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് നൈറ്റ് ജാർസിൻ്റെയാണ്. മലയാളത്തിൽ രാച്ചുക്ക് എന്ന് പറയും. നമ്മുടെ മുന്നിക്കോടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറക്കുന്നുണ്ട് കേട്ടോ. ക്യാമറ കിട്ടാൻ ഇത്തിരി പാടാണ്. ഇതാണ് നൈറ്റ് ജാർസ്. ഇതിൻ്റെ സൗണ്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ലൈറ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞപ്പം നമ്മുടെ പുറകുവശത്ത് ആന കൊതി മൂത്തിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ആൾ വീണ്ടും എന്തൊക്കെയോ തപ്പി അവിടെ മണ്ണിൽ നിന്ന് പെറുക്കി തിന്നുന്നുണ്ട്. പൊന്നാനെ തീറ്റയൊക്കെ തിന്നത് ഞങ്ങളുടെ ട്രെഞ്ചൊന്നും മറിച്ചിട്ടേക്കല്ലേ. പിന്നെ രാവിലെ ചാടിക്കടന്ന് പോകാൻ പോലും പറ്റത്തില്ല. രണ്ടുപേരുടെ ഒരു ഫ്രെയിമിൽ കിട്ടണമായിരുന്നു. മുളമന്നിയൊക്കെ ഇട്ട് ഓടുന്ന അത്രയും പേടിയുണ്ടോ? പിന്നെ മുളമന്നിയുടെ മുള്ളു പേടിയാണ്. ആണല്ലേ? എന്നാലും 100 പുള്ളിക്കാരി പോകുന്നത്. നോക്കിയേ പോയ പോക്കുണ്ടോ? കാര്യം മനസ്സിലായില്ലേ? ഈ മുള്ളമ്പന്നീനെ കണ്ടിട്ടാണ് ആന 100 വെച്ചടിച്ച് പോയത്. എനിക്കറിയത്തുണ്ടായിരുന്നില്ല കേട്ടോ മുള്ളമ്പന്നീനെ ആനയ്ക്ക് ഇത്രയും പേടിയുണ്ടെന്നുള്ളത്. മുള്ളമ്പന്നിയുടെ ആണല്ലോ ക്ഷമയെ സമ്മതിക്കണം. അവർ കുറേ നേരം അധികം കുറ്റിക്കാട്ടി പാത്തിരുന്നിട്ടുണ്ടാവും ഈ ആന പോകാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഇവരുടെ വീതം കൂടെ ആന തിന്നുമെന്ന് കണ്ടപ്പോൾ ആയിരിക്കും ഇറങ്ങി വന്നത്. എന്താണല്ലോ ആന വെച്ചടിച്ച് പോയി കേട്ടോ. അന്നേരത്തേക്ക് മുള്ളനതായി നമ്മുടെ തൊട്ടടുത്തേക്ക് വന്നു. ട്രെഞ്ചിൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ട് അവൻ്റെ പേടിയൊന്നും കാണിക്കാതെ തന്നെ വന്ന് എന്തൊക്കെയോ അവിടെ നിന്നൊക്കെ കൊത്തിപ്പറക്കി തിന്നുന്നുണ്ട്. നമ്മളിവരെ മുള്ളമ്പന്നി എന്ന് വിളിക്കുമെങ്കിലും ഇവർ ശരിക്കും പന്നി കുടുംബത്തിൽ വരുന്നതല്ല കേട്ടോ. റോഡൻസ് എന്നും പറഞ്ഞ് നമ്മുടെ എലികളും അണ്ണാനും പെരിച്ചാഴിയൊക്കെ വരുന്ന ആ ഒരു ഇനത്തിൽ വരുന്നതാണ് മുള്ളമ്പന്നികളും. ഇംഗ്ലീഷിൽ ഇവരെ പൊർക്യുപ്പിൻ എന്നാണ് വിളിക്കുന്നത്. പിന്നെ നമുക്ക് ഉള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ശരീരത്ത് കാണുന്ന ആ മുള്ളുകൾ നമ്മൾ ഇത്രയും ദൂരത്താണ് നിൽക്കുന്നതെങ്കിലും നമ്മളെ എയ്ത് കൊള്ളിച്ച് നമ്മളെ ദ്രോഹിക്കും എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്.
ശരിക്കും നമ്മളെ അങ്ങനെ അത്രയും ദൂരത്ത് നിന്നും അവരെ എയ്ത് കൊള്ളിക്കാൻ അവർക്ക് കഴിവുകളില്ല. ഇപ്പോൾ നമ്മളവരെ ദ്രോഹിക്കാൻ പോവുകയാണെങ്കിൽ, അവരെ പിടിക്കാൻ പോവുകയാണെങ്കിൽ ആ മുള്ള് നമ്മുടെ ശരീരത്തിലേക്ക് അവർ തറച്ച് കയറ്റും. അല്ലാണ്ട് എയ്ത് കൊള്ളിക്കുകയല്ല ചെയ്യുക. നമ്മൾ പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രിഡേറ്റേഴ്സൊക്കെ അവരെ പിടിക്കാൻ പോകുന്ന സമയത്ത് അത് ശരീരത്തേക്ക് തറച്ച് കയറ്റി അവരെ ഉപദ്രവിച്ചിട്ട് അങ്ങനെ രക്ഷപ്പെടുക എന്നുള്ളതാണ് അവരുടെ ഒരു തന്ത്രം. ഇരപിടിയന്മാരിൽ നിന്ന് അങ്ങനെ ഓടി രക്ഷപ്പെടാനുള്ളൊരു കഴിവൊന്നും മുള്ളൻപന്നിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അവർക്ക് പരിണാമപരമായിട്ട് ഈ അവരുടെ രോമങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞ മുള്ളുകളായിട്ട് പരിണമിച്ചേക്കുന്നത്. ശരിക്കും നമ്മുടെ ശരീരത്തിലൊക്കെ ഉള്ള പോലത്തെ രോമങ്ങളാണ് നമുക്ക് മുള്ളുകളായിട്ട് കാണുന്നത്. അതും ഈ മുള്ളുകൾ ഇത് കണ്ടില്ല, അവരുടെ തലയുടെ ഭാഗത്തേക്ക് മുള്ളുകൾ കുറവാണ്, പുറകു ഭാഗത്തേക്കാണ് കൂടുതലും. അപ്പോൾ അവൻ്റെ ആ ഒരു കഴുത്തിൻ്റെ അവിടുന്ന് പിന്നോട്ടേക്ക് തുടങ്ങിയാണ് മുള്ളുകളുള്ളത്. അപ്പോൾ കഴുത്തിൻ്റെയൊക്കെ ആ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, മുതുകിൻ്റെ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നീളം കൂടിയ മുള്ളുകളാണ്, എന്നാൽ വണ്ണം കുറവായിരിക്കും, കട്ടി കുറവായിരിക്കും. ആ സ്ഥാനത്ത് വാലിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടില്ല, വാലിൻ്റെ അവിടത്തേക്ക് നല്ല കട്ടി കൂടിയ മുള്ളുകളായിരിക്കും, എന്നാൽ നീളം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഇരപിടിയന്മാരായിട്ടുള്ള പുലികളോ കടുവകളോ ഒക്കെ ഇവരെ പിടിക്കാൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവർ പരമാവധി മുഖം കൊടുക്കുകയില്ല, മുഖം തിരിഞ്ഞിങ്ങനെ നിൽക്കും. എങ്ങോട്ടാണോ പുലി തിരിയുന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് ഇവർ മുഖം തിരിക്കും. അപ്പോൾ വാലും ഈ മുതുക് ഭാഗവും മാത്രമേ അവർക്ക് കാണാൻ കിട്ടുള്ളൂ ഈ പ്രിഡേറ്റേഴ്സിന്. അവർ അതിനെ അടിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഈ മുള്ളിൻ്റെ മുഖത്തേക്ക് കൈ അടിക്കുമ്പോൾ കയ്യിലോ അല്ലെങ്കിൽ മുഖത്തോ ഒക്കെ മുള്ള് തറച്ച് കയറി പരിക്ക് പറ്റി ഈവൻ കടുവകളും പുലികളും ഒക്കെ ഇര പിടിക്കാൻ പിന്നീട് പറ്റാതെ ചത്ത സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ മുള്ളൻപന്നികളുടെ മുള്ള് നമ്മുടെ ശരീരത്തെ തറച്ച് കയറി കഴിഞ്ഞാൽ ഊരിക്കളയാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാരൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ സഹായം കൊണ്ടൊക്കെ ഊരിക്കളയാൻ മരുന്ന് വെച്ച് കെട്ടി ഉണക്കിയെടുക്കാം. അതേ സ്ഥാനത്ത് പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള പുലികളുടെയും കടുവയുടെയൊക്കെ ശരീരത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ തറഞ്ഞു കയറിയിരിക്കും, അവർക്കത് ഊരിക്കളയാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു അവയവം, കൈക്കാണ് പരിക്ക് പറ്റുന്നതെങ്കിൽ ആ അവയവം പിന്നീട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടായി പോകും. ഇര പിടിക്കാനൊക്കെ കഴിയാതെ മാസങ്ങളോളം ബുദ്ധിമുട്ടി നടക്കുന്ന പുലികളെയും കടുവകളെയൊക്കെ പല ചിത്രങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഈ രോമങ്ങൾ, അതായത് ഇവരുടെ മുള്ളുകൾ നമ്മുടെ രോമമൊക്കെ പൊഴിയുന്ന പോലെ തന്നെ കുറേ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ പൊഴിഞ്ഞു പോകും. അതൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞാൽ കാട്ടിക്കൂടെ നടന്നു കഴിയുമ്പോൾ പലപ്പോഴും കിട്ടുന്നത്. മുള്ളൻപന്നികളെ കാണാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ രാത്രികാലങ്ങളിൽ ഇറങ്ങിയിട്ട് കപ്പയും കൃഷിയിനങ്ങളൊക്കെ അവരുടെ മൂർച്ചയുള്ള പല്ലും കൊണ്ട് തിന്ന് നശിപ്പിക്കാറുണ്ട്. നമ്മുടെ കൃഷിക്കാർക്ക് ഇവനൊരു ഉപദ്രവകാരി തന്നെയാണ്. എന്താണെങ്കിലും കുറേ നേരം അധികം നമുക്ക് അവൻ സൈറ്റിങ് തന്ന് നമ്മുടെ തൊട്ടടുത്ത് നിന്ന് തീറ്റ നിന്നിട്ട് പതിയെ അവൻ കുറ്റിക്കാട്ടിലോട്ട് കയറിപ്പോയി കേട്ടോ. അങ്ങനെ നമ്മുടെ രവിചേട്ടനാണ് കുക്കിങ്ങിൻ്റെ ഫുൾ ഇൻചാർജ്. നമുക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തിയും കറി എന്നാ രവിചേട്ടാ? കറി ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആനേനെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിതാ ചപ്പാത്തിയും ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കണം. കണ്ടോ ഒറ്റയാൻ, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തരക്കം പാഞ്ഞ് നടക്കുക. ഒരു ഒറ്റയാൻ കാട്ടുപോത്താണേ. അവന് ഈ വിരളി പിടിച്ച് നടക്കുന്നതിൻ്റെ കാരണം വഴിയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ബാക്കി ആനക്കൂട്ടമൊക്കെ കയറിപ്പോയി, 1-2 ആനകൾ മാത്രം സൈഡിൽ നിന്നിട്ട് പുല്ല് തിന്നുന്നുണ്ട്. ആനയുടെയും കാട്ടുപോത്തിൻ്റെ ഒക്കെ ബഹളത്തിൻ്റെ നടുക്കിരുന്നത് നമ്മൾ ഡിന്നർ കഴിക്കുവാണേ. ഓപ്പൺ ഏരിയ ആണ്, അതപ്പുറം ആന നിൽപ്പുണ്ട്. സൗണ്ട് കണ്ടമാന സൗണ്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ ഡിന്നർ നമുക്കുള്ളത് ഇത് ചപ്പാത്തി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, സാലഡുണ്ട്, പൈനാപ്പിൾ ഉണ്ട് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഡിന്നർ. ഇതാ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കുന്നില്ലേ? ആ സൗണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നാണ് നമ്മൾ ഡിന്നർ കഴിക്കുന്നത്. ഏകദേശം 10 മണി സമയമായപ്പോഴത്തേക്കും ഈ കണ്ട മുഴുവൻ കാട്ടുപോത്തുകളാണ്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ബീജിയമാണ്. ഇപ്പോൾ ഇത്തിരി പേടി കൂടുതലുള്ളവരൊക്കെ ആണെങ്കിൽ ഈ റെഡ്പാളയം വാച്ച് ടവർ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ബീറ്റ് ഓഫീസർ സുനിൽ സാറും പിന്നെ ശ്രീനിവാസൻ ചേട്ടനും പറഞ്ഞത് ഇത് കാട്ടുപോത്തുകൾ മെയിലുകൾ തമ്മിൽ കുത്തുകൂടുന്നതാണ് മേറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലെ ഏതോ ഒരു കാട്ടുപോത്ത് മേറ്റിങ്ങിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ തമ്മിൽ കുത്തുകൂടിയിട്ട് വിജയിക്കുന്ന ആൾക്കായിരിക്കും മേറ്റിങ്ങിന് പറ്റുക. അതായിരിക്കും കുറച്ച് മുന്നേ ആ മെയിൽ ഒറ്റയാൻ കണ്ടത്തിക്കൂടെ പരവേശപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നമ്മൾ കണ്ടത്. ഈ കൊടും വേനക്കും രാത്രിയിൽ നല്ല തണുപ്പാണ്. ഇവിടെ പുതച്ചു മൂടി കിടന്നുറങ്ങി ഒരുറക്കം കഴിഞ്ഞ് മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് താഴെ ടോയ്ലറ്റ് താഴെയാണല്ലോ ഉള്ളത്. സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. കാട്ടുപോത്ത് അവിടെ എല്ലാം ഉണ്ട്. കണ്ടോ ഓട്ടം പോലുണ്ടോ? കണ്ടോ അവിടെ കണ്ണുണ്ടോ?
എന്താണല്ലോ പുതച്ചു മൂടി നല്ല ഉറക്കമായിരുന്നു. നേരം വെളുത്ത് നമ്മൾ കണ്ടത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ടത്തിൽ ആരെയും കാണുന്നില്ല കേട്ടോ. പക്ഷേ നമ്മൾ പുറകുവശത്തേക്ക് പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ച കണ്ടോ, നമ്മൾ രാത്രി കണ്ട കാട്ടുപോത്തുകൾ ഫുള്ള് അവിടെ കിടപ്പട്ടെ. എന്താണല്ലോ അവരെയും നമുക്ക് പകൽവട്ടത്തിൽ ഷൂട്ട് ചെയ്യാൻ നല്ലൊരു അവസരമാണ് കിട്ടിയേക്കുന്നത്. ഇതേ നമ്മൾ എണീറ്റപ്പോൾ തൊട്ടടുത്ത് കിടന്നിരുന്ന കാട്ടുപോത്തും കൂട്ടം കുറച്ച് അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടേ. അവർ ആ വാട്ടർ ബോഡിയുടെ അടുത്തേക്ക് മാറിയിട്ട് അവിടെ പുല്ല് തന്നെയാണ്. അപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ ഇതേ ഇവിടെ എല്ലാം കിടന്ന് ഉറങ്ങുമായിരുന്നു, ഈ ഗ്രൗണ്ടിൽ മുഴുവൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അതുങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ മനുഷ്യവാസം ഉള്ളതിൻ്റെ അടുത്തായിട്ട് കിടന്നുറങ്ങിയത്. ഇപ്പോൾ രാവിലെ എന്താണെങ്കിലും എണീറ്റിട്ട് ഫുള്ള് തീറ്റ തിന്നുന്ന പരിപാടിയിലുള്ളത്. ദേ ആ നിൽക്കുന്ന മഫിലിനെ കണ്ടില്ലേ, അവനാണ് മെയിൽ. ഇന്നലത്തെ കുത്തുകൂടലിൽ ജയിച്ചിട്ടുണ്ടാവും അവനായിരിക്കും. എന്താണല്ലോ അവനൊരു വലിയ താങ്ക്സ് ഉണ്ട്. രാത്രി ഫുള്ള് കിട്ടിലൻ BGM ആയിരുന്നു കേട്ടോ. നമുക്കൊരിക്കലും വേറൊരിടത്തും പോയാൽ കിട്ടുമല്ലാത്തൊരു BGM തന്ന് സമ്മാനിച്ചു. എന്താണെങ്കിലും രാത്രിയിൽ മറ്റവനെ തുരത്തി ഓടിച്ചിട്ട് ഇവൻ പണി പറ്റിച്ചിട്ടുണ്ട്. ആ നിപ്പും നടപ്പുമൊക്കെ നോക്കി, എന്ത് പ്രൗഢിയോടെയാണെന്ന് നോക്കി. ഇതാണ് നമ്മൾ താമസിച്ച എടപ്പാളയം വാച്ച് ടവർ. അപ്പോൾ അതിൻ്റെ മേൽഭാഗത്താണ് നമ്മളതുകൊണ്ട് ഗ്ലാസ് ഇട്ടേക്കുന്നത് കേട്ടോ. അവിടെയാണ് നമ്മുടെ റൂം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നമുക്ക് ഇവിടെ ആനയും കാട്ടുപോത്തൊക്കെ മേയുന്ന ഈ പുൽ ഗ്രൗണ്ടിൽ മേയുന്ന നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സേഫാണ് കേട്ടോ. ഇതിൻ്റെ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ട്രഞ്ചൊക്കെ വെച്ച് കവറായിട്ടാണ് ഉള്ളത്. അപ്പോൾ ട്രെഞ്ചിലേക്ക് നമുക്ക് കടക്കാനായിട്ട് തടിയുടെ ഒരു ചെറിയൊരു പാലം പോലെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ആന വന്നതെന്ന് പറഞ്ഞാൽ ഇതിലൂടെ നടന്ന് നമ്മുടെ തൊട്ടടുത്തൂടെ, നമ്മളത് അപ്പുറം നിൽക്കുവാണ്, അതിലൂടെ നടന്ന് വന്നിട്ട് ഇതിലൂടെ കയറി വന്ന് ആള് അപ്പോൾ നമ്മളത് ട്രെഞ്ചിൻ്റെ തൊട്ടപ്പുറം നിൽക്കുവാണ്. ആന ഇതിലൂടെ നടന്ന് വന്നിട്ട് ഇവിടെ വന്ന് തീറ്റ തിന്നുന്നത്. തൊട്ടടുത്ത് ഞങ്ങളത് അപ്പുറം നിൽക്കുന്നു, ആന ഇവിടെ നിന്ന് തീറ്റ തിന്നുന്നത്. ഇവിടെ നിന്ന് ഈ മണ്ണൊക്കെ പെറുക്കി തിന്നുമായിരുന്നു. ഒരുപാട് നേരം ഇവിടെ നിന്ന് മണ്ണ് പെറുക്കി തിന്ന് ഇവിടെ ഈ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു അരമണിക്കൂറിന് മുകളിൽ ഈ ഏരിയയിൽ ഫുള്ള് ആന പോയി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ മുള്ളംപന്നിയുടെ 2 മുള്ളംപന്നികൾ ഒക്കെ ആയിട്ട് നമുക്ക് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ കാഴ്ച വരുന്നായിരുന്നു. ആനിത് ഈ ഏരിയ വരെ വന്നു കേട്ടോ, ഇവിടെ വരെ വന്ന്. നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ ട്രെഞ്ച് വല്ലതും ക്രോസ് ചെയ്ത് വരുമോ, അല്ലെങ്കിൽ ട്രെഞ്ച് മറിച്ചിടുമോയെന്നൊരു വിചാരിച്ചു. ആ രീതിയിൽ അത്ര അടുത്ത് ആന നമ്മളെ കണ്ടിട്ടാണെങ്കിലും ആനയ്ക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഭയങ്കര ഹെവി ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ എടപ്പാളയം വാച്ച് ടവർ 2 പേർക്കാണ് ബുക്ക് ചെയ്യാൻ പറ്റുക. 2 പേരെ മാത്രമേ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരാൾ ബുക്ക് ചെയ്താലും 2 പേരുടെ പൈസ നമ്മളോട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏതെങ്കിലും നമുക്ക് ഫ്രണ്ട്സോ കസിൻസോ ഇപ്പോൾ വൈഫും ഒക്കെ ആയിട്ട് വരാനൊക്കെ ആണെങ്കിൽ നമുക്ക് 2 പേർക്കായിട്ട് വരാനാണെങ്കിൽ നല്ലതാണ്. കുട്ടികൾ ഇവിടെ എലൗഡ് അല്ല. അപ്പോൾ ഞാൻ വന്നേക്കുന്ന എൻ്റെ കസിൻ ആൽഫിനാണ്. അവന് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നതാണ്. ഇപ്പോൾ ലീവിന് വന്നപ്പോൾ ആദ്യത്തെ ആഗ്രഹത്തിൽ തേക്കടി വരണമെന്നും പറഞ്ഞത് ഞങ്ങൾ ആദ്യം തന്നെ എടപ്പാളയത്തേക്കാണ് വന്നേക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ഇത് എൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. സൂപ്പർ. അപ്പോൾ നമ്മുടെ എടപ്പാളയം വാച്ച് ടവറിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. ഈ ട്രിപ്പിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള അഞ്ചുരുളി മലയിലേക്കുള്ള ട്രെക്കിങ്ങും ആ ട്രെക്കിങ്ങിനിടയ്ക്ക് നമുക്ക് അറിവുകൾ പകർന്നു തന്ന ബീറ്റ് ഓഫീസർ സുനിൽ സാറിൻ്റെയും ശ്രീനിവാസൻ ചേട്ടൻ്റെയും അറിവുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൽ ഹോട്ട് ടോപ്പിക്കായിട്ടുള്ള കടുവ ആനയെ പിടിക്കുമോ എന്ന് പലരും സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരവും കടുവ എങ്ങനെയാണ് ആനയെ ടാർഗറ്റ് ചെയ്ത് എങ്ങനെയാണ് പിടിക്കുന്നതെന്നുള്ള അടക്കമുള്ള അനുഭവ സാക്ഷ്യങ്ങൾ കാടിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റുന്നവരിൽ നിന്ന് നമ്മൾ കേൾക്കുവാണ്. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കിഡിലൻ എപ്പിസോഡ് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മുടെ എടപ്പാളയം വാച്ച് ടവറിൻ്റെ സ്റ്റേയും നമ്മുടെ ഈ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതുവരെയും എടപ്പാളയം വാച്ച് ടവർ എടുത്തിട്ടില്ലാത്തവർ ഒരിക്കലും എടുക്കണം. വൈൽഡ് ലൈഫ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിന് പെരിയാർ ടൈഗർ റിസർവിൻ്റെ സൈറ്റിൽ കയറിയിട്ട് വേണം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കിടിലൻ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയ്ക്കായിട്ട് കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.